ഹായ് ഫ്രണ്ട്സ്, എസ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടില്ല, നമ്മുടെ മെറ്റീരിയൽ ഡയറക്റ്റ് മാർക്ക് ചെയ്തെടുത്തേക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിലിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നല്ലൊരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് ചെറിയ ചെറിയ റൗണ്ട്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട്സ് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് സീക്വൻസ് ഫ്ലവറാണ് ചെയ്യേണ്ടത്. ബാക്കി വരുന്ന ഏരിയസിൽ, അതായത് ഈ നെക്കിൻ്റെ ഏകദേശം ഈ ഒരു പോർഷൻ വരെയും അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴോട്ട് പോകുന്തോറും നമ്മൾ സ്പ്രെഡിങ് പോലെ കട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നമ്മളൊരു ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ സീക്വൻസ് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന പോർഷൻസിലൊക്കെ നമ്മൾ കട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പേപ്പറിലേക്ക് മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമെന്ന് നോക്കാം കേട്ടോ. ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ സീക്വൻസ് എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ നോർമൽ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വരയ്ക്കാൻ ഉപയോഗിച്ച പെൻസിൽ എന്ന് പറയുമ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണേ. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഒത്തിരി ഈ സീക്വൻസ് ഫ്ലവർ ചെയ്യുന്ന വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നമുക്കൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. 2 പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് നിർബന്ധമായിട്ട് കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സീക്വൻസ് വെച്ചെടുക്കാവേ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സീക്വൻസ് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സീക്വൻസ് ഫ്ലവേഴ്സൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിൽ വരുമ്പോൾ അത്യാവശ്യം ഈ ഒരു ഗ്യാപ്പിനാണ് സീക്വൻസ് ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. താഴോട്ട് പോകുന്തോറും അത്യാവശ്യം ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ബീഡ് വെച്ച് എടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ നമ്മുടെ സീക്വൻസിൻ്റെ ഇടയ്ക്ക് കട്ട് ബീഡ്സ് ഫുള്ള് കൊടുത്ത് എടുക്കുക. താഴോട്ട് പോകുന്തോറും ഇത്രയും തിക്നെസ് വേണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. സീക്വൻസ് ഫ്ലവറും കട്ട് ബീഡ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഗ്രീൻ കളർ ജോർജറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ് ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.